സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് പല്ലവി വേണുഗോപാലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ലക്ഷ്മിയമ്മ വിലക്കി. പക്ഷെ ഇപ്പൊ പല്ലവി വിട്ടില്ല. പല്ലവി പറഞ്ഞു, അല്ല, അയാൾക്ക് ഇവിടെ വന്ന് അധികാരം കാണിക്കാനായിട്ട് എന്ത് അവകാശമുള്ളേ? ഇതിപ്പോ അയാളുടെ വീടൊന്നും അല്ലല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ സേതു വെച്ചു, എന്താ പല്ലവി, എന്താ കാര്യം എന്താ വെച്ചാ പറ. അത് പിന്നെ ഇന്ന് മേലെടുത്തൊന്നും ആ വേണുഗോപാൽ സാറ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എന്ന് പറയാണ്. അയാൾ എന്തിനാ ഇവിടെ വന്നേ? പിന്നീട് പല്ലവി ആ കാര്യങ്ങളൊക്കെ പറയാണ്. ഇവിടെ വന്നതും ലക്ഷ്മി അമ്മയെ വെല്ലുവിളിച്ചും അതിനുശേഷം ലക്ഷ്മി അമ്മയുടെ കർണത്തടിച്ചും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് ഒട്ടും സഹിച്ചില്ല. സേതു പെട്ടെന്ന് മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ലക്ഷ്മി അമ്മ വെച്ചു, നീ എങ്ങോട്ടാ സേതു പോന്നേ? പോണം, പിന്നെ പോണ്ടേ, മേലേടത്തേക്ക് തന്നെ ചോദിക്കണം അയാളോട്. എന്റെ അമ്മയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിയതല്ലേ അയാള്. കാരണം എന്റെ അമ്മയെ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ അമ്മയെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ. ആ സമയത്ത് വീണ്ടും എന്റെ അമ്മയുടെ ജീവൻ എടുക്കാനായിട്ട് ആര് വന്നാലും അവരോട് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റുന്ന കാര്യമല്ല. ഇത് ഞാൻ ചോദിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് എന്താ പ്രയോജനം? അപ്പോഴേക്കും ലക്ഷ്മി വന്നിട്ട് സേതുവിന്റെ കയ്യിലേക്ക് പിടിച്ചു. എനിക്ക് വേണ്ടിയിട്ട് നീ ആരോടും കുസ്തി പിടിക്കാൻ പോകേണ്ട കാര്യമില്ല. അങ്ങനെ എങ്ങാനും നീ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അമ്മയെ നീ ഒരിക്കലും കാണില്ല. ഇത് ഞാനാ പറയണേ. അതും പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ കൊണ്ട് കയറിപ്പോയി കഴിഞ്ഞപ്പം സേതുവിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നില്ല. താൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്ന് സേതുവിന് മനസ്സിലായി. അങ്ങനെ സേതു അതിൽ നിന്ന് പിന്തിരിയുവാണ്. ആ സമയം പൊന്നും പടത്തില് പൂർണ്ണിമ അച്ഛനും കൂടെ സംസാരിക്കുന്ന സമയത്ത് പ്രതാപനും ഇന്ദ്രനും കൂടെ ഇങ്ങോട്ട് വരുവാണ്. ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല ചേച്ചി, അല്ലമ്മ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ നിന്ന് സേതു പൊതി കെട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും പൂർണ്ണി പറഞ്ഞു, ആ പൊതി കെട്ടിപ്പോയി. അവൻ അവന്റെ അമ്മയ്ക്ക് ആഹാരം ഉണ്ടായിക്കൊണ്ട് പോയി. അല്ല, നിനക്കെന്താ ഇന്ദ്ര, അതിനകത്ത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും ഇന്ദ്ര പറഞ്ഞു, എനിക്കെന്ത് പ്രശ്നം, അവന്റെ അമ്മയ്ക്ക് പൊതി കെട്ടിക്കൊണ്ട് പോയി. എന്നാലും ഇതൊക്കെ കുറച്ച് ഓവറല്ലേന്നൊരു തോന്നല്. ആ സമയം പ്രതാപനോട് പൂർണ്ണിമ വെച്ചു, അല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പം നീ കൊളുത്തി കൊടുക്കുന്നുണ്ടല്ലേ? അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെ ഒരു വഴക്കുണ്ടാക്കാനോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. അതതിനെ പൊതി കെട്ടിക്കൊണ്ട് പോയി. അപ്പൊ ഞാനത് ഇന്ദ്രനോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇപ്പൊ വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല. അല്ലെങ്കിലും ഈ സേതുവിന് ഇങ്ങനെ ഇപ്പൊ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോകേണ്ട വലിയ കാര്യമുണ്ടോ? ചേച്ചിക്കാണ് അവനിങ്ങനെ കൊണ്ടുതരുവോ? ആ സമയം പൂർണ്ണം പറഞ്ഞു, അവന്റെ അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാ, അതുകൊണ്ടാ. അതിനകത്ത് ഇപ്പൊ ഒരു ദയാർത്ഥമൊന്നും കാണേണ്ട കാര്യമില്ല നീ. ആ സമയത്താണ് ശ്രീഹരി എങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീഹരി വന്നു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ആ വന്നല്ലോ എന്നൊക്കെ പറയാണ്. ശ്രീഹരി വന്നു കഴിഞ്ഞപ്പോ പൂർണ്ണിമ എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടെ ലക്ഷ്മി സേതുവും തമ്മിൽ എങ്ങനെയുണ്ട്, നല്ല അടുപ്പത്തിലാണെന്നൊക്കെ ചോദിക്കുക. അതെ, അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാന്ന് പറയാം. അത് കേട്ടപ്പം പൂർണ്ണിമ പറഞ്ഞു, അതല്ലേലും അങ്ങനെ തന്നെ വേണമല്ലോ, അമ്മയും മോനും അല്ലേ, അവർ നല്ല സ്നേഹത്തിൽ തന്നെ മുന്നോട്ട് പോകണം. ആ സമയം ഇന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കില് ഇവിടെ പൂർണ്ണിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായി. അവന് സ്വന്തം അമ്മയെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മറ്റുള്ളവരൊന്നും ഇപ്പൊ അവന് വേണ്ടല്ലോ. പൂർണ്ണിമയ്ക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ദ്രൻ അത് പറയണേ. പക്ഷേ എങ്കില് പൂർണ്ണിമ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചില്ല. പൂർണ്ണിമ പറഞ്ഞു, അതവന്റെ പെറ്റമ്മയല്ലേ, അപ്പൊ സ്നേഹിക്കട്ടെ, ഇത്രയും കാലം കാണാതിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രീഹരി പറഞ്ഞു, അതെ അമ്മ, ഇന്നലെ അവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയണ. സംഭവം? എന്തു സംഭവം? പിന്നീട് വേണുഗോപാൽ അങ്ങോട്ട് വന്നതും വെല്ലുവിളിച്ചതും ലക്ഷ്മി അമ്മയുടെ കർണത്തടിച്ച കാര്യങ്ങളൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂർണ്ണിമയ്ക്കും അച്ഛനും എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. പിന്നീട് പൂർണ്ണിമ മുറിയിലേക്ക് കയറിപ്പോയി. അച്ഛനും കൂട്ടിക്കൊണ്ട് ശ്രീഹരി മുറിയിലേക്ക് കയറിപ്പോവാണ്. പ്രതാപനും ഇന്ദ്രനും കൂടെ അങ്ങനെ പരസ്പരം നോക്കി. പിന്നീട് ഭയങ്കര സന്തോഷത്തോടെ ഇന്ദ്രൻ പ്രതാപനെ വിളിച്ചിട്ട് പറഞ്ഞു, താൻ ഇങ്ങോട്ടേക്ക് വരാൻ പറയണേ. എന്താ? ഇപ്പൊ കണ്ടില്ലേ, എല്ലാരും കൂടെ കൂടിയിട്ട് സേതുവിനെ തടഞ്ഞിരിക്കുക. അപ്പൊ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കുറവാ. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു കളി കളിക്കാൻ തീരുമാനിച്ചു. എന്ത് കളി? അതൊക്കെയുണ്ട്. ഇവിടെ ഇന്ദ്രന്റെ ബുദ്ധി പ്രവർത്തിച്ചാൽ മതിയാവുള്ളൂ. ഇന്ദ്രൻ കളിക്കുന്ന കളി എന്താണെന്ന് നീ കാണാൻ പോകുന്നുള്ളൂ പ്രതാപ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. അതേസമയം അച്ചു ഭയങ്കര വിഷമിച്ച് മുറി നിൽക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീഹരി വന്നിട്ട് ചോദിച്ചു, എന്താ അച്ചു, നീ ഭയങ്കര ആലോചനയിലാണല്ലോ? അല്ല, ഞാൻ ആ അമ്മയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു, സേതുവേണ്ട അമ്മയെക്കുറിച്ച്. അതിപ്പോ എന്താ ഇപ്പൊ ആലോചിക്കാനായിട്ട്? ആ അമ്മയ്ക്ക് ആ കുടുംബത്തെ അത്ര സ്നേഹമായിരുന്നു. കാരണം അമ്മ ആ കുടുംബത്തെ, തന്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ അത്ര സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ എന്നിട്ടും അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല അയാള്. അത് മാത്രമല്ല, ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ശ്രീഹരി പറഞ്ഞു, അതെ, അത് അയാളുടെ സ്വഭാവമാണെന്ന് തോന്നേ. അല്ല, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പൊ അയാള് സേതുവേണ്ണ എന്തേലും ചെയ്യുമോന്ന് ഒരു ഭയം ഉണ്ടെന്ന് പറയണ. സേതുവേണ്ണ? അതെ, ഇനിയിപ്പൊ സേതുവേണ്ണ എന്തേലും ചെയ്യാൻ അയാൾ വരുമോന്ന് പോലും പേടിയുണ്ട്. ഒരു പക്ഷേങ്കില് ആ അമ്മയ്ക്ക് ഇപ്പോഴും പ്രധാനം ആ അമ്മയുടെ ഭർത്താവും മകളും ഒക്കെയാ. അതുകൊണ്ടാണല്ലോ ആ അമ്മ സേതുവേണ്ണനെ വിലക്കിയത്. പക്ഷെ എനിക്കെന്തോ അവരെ അങ്ങോട്ട് അവരുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീഹരി പറഞ്ഞു, നിനക്ക് അമ്മയെ അറിയത്തില്ലാത്തോണ്ടാ. സേതുവേണ്ണ ഭയങ്കര ഇഷ്ടമുണ്ട് അമ്മയ്ക്ക്. അതൊക്കെ ഇപ്പൊ ശ്രീഹരി പറയണല്ലേ.
പക്ഷെ അതിനകത്തൊരു ഉറപ്പുള്ള കാര്യമല്ലോ. അല്ല, സത്യമായിട്ടും അങ്ങനെ തന്നെയാ. അതൊക്കെ നിനക്ക് അമ്മയോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. നീ ഒരു കാര്യം ചെയ്യുക, ഇവിടെ ഒന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അമ്മയൊന്ന് പോയി കണ്ടു നോക്കുക. അതോടുകൂടി നിന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ ഒക്കെ മാറുമെന്ന് പറയണ, നിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ഇന്ദ്രൻ തന്റെ പുതിയ പ്ലാനുമായിട്ട് റോഡിൽ ഇങ്ങനെ കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേണുഗോപാലിന്റെ വണ്ടി അതിലൂടെ വരുവാണ്. ആ സമയത്ത് ഇന്ദ്രൻ കാർ തടഞ്ഞു. ഒടുവില് വേണുഗോപാലിന്റെ വണ്ടിയെ നിങ്ങൾ വലിച്ചിറക്കുവാണ്. ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാടാന്നും പറഞ്ഞിട്ട്. താൻ എന്റെ വീട്ടിൽ വന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് പോയെന്ന് ഞാൻ അറിഞ്ഞു. തന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോ? എന്റെ അമ്മയെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൈ പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സമയം, ആ സമയത്ത് തന്നെ താൻ ഇതൊക്കെ ചെയ്തല്ലേ? അപ്പം വേണുഗോപാൽ ഓർത്തോണ്ടിരിക്കണേ ശരിക്കും ഇത് തന്നെയാണ് സേതുന്ന് ഓർത്തോണ്ടായിരിക്കണേ. ഇന്ദ്രൻ അമ്മാതിരിയുള്ള പ്രകടനമല്ല കാഴ്ചവെക്കുന്നേ. എന്റെ അമ്മയ്ക്കൊരു പോറൽ പോലും സംഭവിച്ചോണ്ടല്ലോ, തന്നെയും വെറുതെ വിടത്തില്ല, അറിയാലോ. എന്റെ അമ്മ തനിക്കൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ താൻ അകത്ത് പോയി കിടക്കുള്ളൂ. ഇനി മേലാലെ എന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നാണ്ടല്ലോ തന്നെ ഞാൻ വെട്ടിക്കേറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് പോവണം. ആ സമയത്ത് വേണുഗോപാൽ മനസ്സിൽ പറഞ്ഞു, എടാ സേതുമാധവ, നിനക്കൊട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആരാന്ന് നീ ശരിക്കും അറിയാനായിട്ട് പോകുന്നുള്ളൂ. ഈ വേണുഗോപാലിനെ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണുഗോപാൽ ദേഷ്യത്തോടെയാണ് കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. ആ സമയം രാജലക്ഷ്മി ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. പാറു വിശ്വം കൂടെ അങ്ങോട്ട് വന്നു. പാറു വന്നിട്ട് ചോദിച്ചു, അമ്മ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞു പോലും ഇല്ല, പറയുമായിരുന്നു ഞങ്ങൾ വരില്ലായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പോൾ രാജലക്ഷ്മി പറഞ്ഞു, അത് പറഞ്ഞാൽ ശരിയാവില്ലായിരുന്നു. വിശ്വം ചോദിച്ചു, അതെന്താമ്മേ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നാല്? നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതിരുന്നേ. ഓഹോ, അമ്മ വീണ്ടും തുടങ്ങി അമ്മയുടെ കുശുമ്പും കാര്യങ്ങളും. പാറു, നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു. അത് കേട്ടതും രാജേഷ്മി പറഞ്ഞു, അതെ അങ്ങനെ അങ്ങോട്ട് എന്റെ മരുമോളെ ഞാൻ ഒരിടത്തേക്കും വിടാൻ പോകുന്നില്ല, നിങ്ങളെ ഒരിടത്തേക്കും ഞാൻ വിടത്തില്ല, ഒന്ന് പോയി കാണിച്ചേ എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അത് നിങ്ങളെ വിളിക്കാത്ത ഞാൻ മനഃപൂർവ്വ. എന്തുകൊണ്ടാണെന്നറിയാവോ? ഞാൻ വെളുപ്പിനാ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പൊ അത്ര രാവിലെ മോളെ വിളിച്ചെഴുന്നേപ്പിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, മോള് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഈ ക്ഷീണാവസ്ഥയില് അത്ര രാവിലെ വെറുതെ കുളിപ്പിച്ചൊരുക്കി കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് ഓർത്തിട്ടാ. പിന്നെ 41 ദിവസത്തെ വ്രതം ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം എനിക്ക് നല്ലൊരു പേരക്കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്ര ദിവസം ഞാൻ മോളെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ മോളെ വിളിക്കാതിരുന്നതെന്ന് പറയണം. അത് കേട്ടപ്പം പാറുവിന് ഭയങ്കര സന്തോഷമായി. പാറു രാജലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. ഈ സമയം രാജലക്ഷ്മി പാറുവിനെ ചേർത്ത് പിടിച്ച് നിറയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു ആ വിശ്വത്തിന് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ മുറിയിലേക്ക് വരുവാണ് പല്ലവിയുടെ ഒക്കെ. അപ്പൊ പല്ലവിയാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അല്ല മോളെ, അവൻ എന്തേ ചെയ്തു? അവൻ റെഡിയായോ? എവിടെന്ന്? ഇതുവരെയായിട്ടും കുളി കഴിഞ്ഞില്ല, ഇത്ര സമയമായിട്ടോ? എന്റെ അമ്മയ്ക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ച് വിളിച്ച് മടുക്കും, അവിടെ കിടന്ന് ഉറങ്ങുവാന്ന് എനിക്ക് തോന്നേ. ആ സമയം ലക്ഷ്മി പറഞ്ഞു, ക്ഷേത്രത്തിൽ പോകാൻ സമയമായി, ഇനി ഇത് എന്തെടുക്കുക? എടാ ഇറങ്ങടാ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് പോയ കഥയെ മുട്ടുവാണ്. ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങാം അമ്മയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി അമ്മയോട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ, നമ്മൾ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. ആ സമയം സേതു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുളിക്കാൻ പോലും സമ്മതിക്കില്ലല്ലേ? ഞാൻ തലമുടി മുടി ശരിക്കും ഒന്നും തോർത്തില്ല. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എടാ തല ശരിക്കും തോർത്തില്ലെങ്കിൽ നീര് വീഴ്ച ഉണ്ടാവും, ജലദോഷമൊക്കെ പിടിക്കും, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്തി ഞാൻ തോർത്തി തരാന്ന് പറയണം. അത് വേണ്ടമ്മേ, അവിടെ ഇരിക്കടാന്ന് പറഞ്ഞ ടൗല് വാങ്ങിച്ചിട്ട് സേതുവിന്റെ തലമുടിയൊക്കെ തോർത്തി കൊടുക്കുക. സേതുവിന് ഭയങ്കര സന്തോഷമായി. ഒടുവിൽ സേതു പറഞ്ഞു, മതി അമ്മേ. എടാ വെള്ളം ശരിക്കും പോണ്ടേ? പിന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ മുടിയും കൂടെ അമ്മ ഈ പറിച്ചെടുക്കൂലേ ടവലിനോടൊപ്പം? ആകെപ്പാടെ 5-6 മുടിയുള്ളൂ, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയാണ്. അത് കേട്ടതും പല്ലവി ചിരിച്ചു. അങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് ശ്രീഹരി അച്ചുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അച്ചുവിനെ കണ്ടു കഴിഞ്ഞപ്പം സേതു ചോദിച്ചു, ആഹാ അച്ചുവോ, ഇതെന്താ നീ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നേ? ആ സമയം ശ്രീഹരി പറഞ്ഞു, അല്ല സേതുവേണ്ട അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ? അപ്പം മുതല് അച്ചുവിന് സേതുവേണ്ട അമ്മയെ കാണാൻ തോന്നി. ആ സമയം അച്ചുവിനെ നോക്കിക്കൊണ്ട് ലക്ഷ്മി അമ്മയോട് ചോദിച്ചു, ഇതാരാന്ന് മനസ്സിലായ അമ്മയ്ക്ക് എന്ന് ചോദിക്കണേ. ഇത് അവന്തിക, അതെ എന്റെ പെങ്ങളാന്ന് പറയണം. പെട്ടെന്ന് എന്റെ ലക്ഷ്മി അമ്മ അച്ചുവിന്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് ലക്ഷ്മി അമ്മയോട് സേതു പറഞ്ഞു, അച്ചുന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നേ, മാധവേട്ടന്റെ മൂത്ത മകളല്ലേന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലേക്ക് പിടിക്കുവാണ്. ഭയങ്കര സന്തോഷമായിരുന്നു ലക്ഷ്മി അമ്മയുടെ മുഖത്ത്. ശരിക്കും നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടേക്ക് എനിക്ക് അങ്ങനെ ഓടി വരാൻ പറ്റില്ലോ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ റെഡിയാകുമായിരുന്നു, എന്താണെങ്കിലും ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല. ഇന്നേ മോള് വന്ന ദിവസമല്ലേ, വാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പിടിച്ചോണ്ട് അങ്ങോട്ട് പോകണം. ഭയങ്കര സന്തോഷമായിരുന്നു ലക്ഷ്മി അമ്മയ്ക്ക്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ ചായയൊക്കെ എടുത്തോണ്ട് വന്നു. അതിനുശേഷം അത് അച്ഛന് കൊടുക്കണം. ആ സമയത്ത് പല്ലവി പറഞ്ഞ്, കണ്ടില്ലേ അച്ഛൻ വന്നത് ഭയങ്കര സന്തോഷമായി ലക്ഷ്മി അമ്മയ്ക്ക്. ആ സമയം ലക്ഷ്മി അമ്മ സേതുവിനോട്, സേതു നീ തൊടിയിൽ പോയി കുറച്ച് വാഴയില എടുത്തോണ്ട് വരണമെന്ന് പറയണം.
അത് കേട്ടപ്പോ സേതു ചോദിച്ചു എന്തിനാ? അതെ, ഇലയുടെ ഉണ്ടാക്കാനാ. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, ആഹാ, അമ്മയുടെ സ്പെഷ്യൽ ഐറ്റോ കേട്ടോ വെച്ചു. ഇലയിടാന്ന് പറഞ്ഞാല് ശർക്കരയും തേങ്ങയും കുറച്ച് ജീരകപ്പൊടി ഏലക്കാപ്പൊടിയും ഒക്കെ വെച്ച് ഒരു ഇലയുടെ ഉണ്ടാക്കും. എന്തു രുചിയാന്നറിയാം അത് കഴിക്കാനായിട്ട്. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നാവില് വെള്ളം ഊറുന്നുണ്ട്, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാവൂലേ? അമ്മ വയ്യാതിരിക്കണ സമയത്ത് അതിന് മെനക്കേണ്ട കാര്യമുണ്ടോ? വയ്യായികയോ? എനിക്കൊരു വയ്യായികയില്ല. ഇവിടെ വന്നോട് കൂടിയിട്ട് എന്റെ വയ്യായികയെല്ലാം മാറ്റിയെടുത്തില്ലേ ഈ സേതു. ദേ, സേതു കാരണം ഇപ്പൊ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, എന്റെ അമ്മയല്ലേ, അപ്പൊ എനിക്ക് അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അത് ശരിയാ, ശരിക്കും പറഞ്ഞാല് ഞാനാണ് നിന്നോട് നീതി കാണിക്കാത്ത സേതു. കുറെ കാലങ്ങൾക്ക് മുമ്പ് മാധവേന്റെ അരിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്നു. കാരണം പൂർണിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്ഥാനം വിട്ടൊഴിഞ്ഞു കൊടുക്കുകയോ ചെയ്തേ. അന്ന് പോകുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു പ്രാർത്ഥന ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്നുള്ളേ. പക്ഷെ എനിക്ക് സേതുവിനോട് മാത്രം നീതി പുലർത്താൻ പറ്റില്ല. അത് പറഞ്ഞ് ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.